നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. മധുരത്തിന് പഞ്ചസാര ഒന്നും തന്നെ ചേർക്കുന്നില്ല. വളരെ സിമ്പിളാണ്. കുറഞ്ഞ ഐറ്റം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ കൂടുതൽ ചേർക്കാം. ഷെയ്ക്കിൻ്റെ ആ ഒരു പരുവത്തിൽ കുറച്ചുകൂടി കട്ടിയായിട്ടായാലും ചെയ്തെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ വലിയൊരു പഴം എടുത്തിട്ടുണ്ട്, ഒരു ആപ്പിളും എടുത്തിട്ടുണ്ട്. ഇനി ആപ്പിളിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇത് എത്ര ഗ്ലാസ്സിന് ചെയ്തെടുക്കാമെന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. ചിലപ്പോൾ നമ്മൾ കുറച്ച് തിക്കായിട്ട് ഷേക്ക് പോലെ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ലൂസാക്കിയും വേണേൽ എടുക്കാം. അപ്പം ഗ്ലാസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകാം. നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും. ആപ്പിൾ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക. ഇനി മിക്സഡ് വലിയ ജാർ എടുക്കാം. ഒത്തിരി വെറൈറ്റി ഷേക്കിൻ്റെ ജ്യൂസിൻ്റെ റെസിപ്പീസ് ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതാ ആ ഒരു പഴം കൂടി ഇതിൽ അരിഞ്ഞു ചേർക്കാം. ഇനി ചെറിയ പഴം എടുക്കുന്നെങ്കിൽ 2 പഴം ചേർക്കാവുന്നതാണ്. ഇനി 2 ടീസ്പൂൺ ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 20 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരത്തേന് കുതിർത്താൽ മതി. ഇതാ അതുകൂടി ചേർക്കാം. ഇനി ഒരല്പം മധുരത്തിനായിട്ട് പഞ്ചസാര ഞാൻ ചേർക്കുന്നില്ല, 1 സ്പൂൺ തേൻ ചേർക്കുക. ഇനി ഇത് കുറേശ്ശെ പാലൊഴിച്ചിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് പാലാണ് മൊത്തത്തിലെടുക്കുന്നത്. അതിലല്പം ആദ്യമേ ഒഴിക്കുക, അതായത് അരയാൻ പാകത്തിനുള്ള പാലൊഴിച്ച് അരച്ചെടുക്കണം. അപ്പോൾ കട്ടയില്ലാതെ കിട്ടും. നന്നായിട്ട് അരഞ്ഞതിന് ശേഷം ബാക്കിയിരിക്കുന്ന പാലോട് ഒഴിച്ചിട്ട് ചുമ്മാ ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പോൾ പാലിന് പകരമായിട്ട് ആൽമണ്ട് മിൽക്കായാലും ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഒരുപാട് തിക്കല്ലാത്ത ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തിക്കാക്കി വേണമെങ്കിലും എടുക്കാം. പിന്നെ നിങ്ങൾക്ക് നട്ട്സൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 നട്ട്സ് ചേർക്കാം ഇതിൽ. ഇതിപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോലെ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.